സഹോദരങ്ങളെ, വെള്ളം കുടിക്കുന്നതിന് ഇസ്ലാമിൽ പ്രതിഫലമുണ്ട്. അതെന്താണെന്ന് പറയാം. വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് 6 സുന്നത്തുകൾ അതിൻ്റെ പ്രതിഫലം കിട്ടും. ഒന്നാമത്തെ കാര്യം പറയാം. 1. വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുക. നമ്മൾ അധിക പേരും ഇടത് കൈകൊണ്ടാണ് കുടിക്കാറുള്ളത്. നമ്മൾ കല്യാണ വീടുകളിലും ഹോട്ടലിലും അല്ലെങ്കിൽ കുടുംബത്തിൽ പോയാൽ അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞാൽ ഇടത് കൈകൊണ്ട് കുടിക്കാറാണ് പതിവ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നാവുക കരുതുക. ക്ലാസ്സിൽ ഭക്ഷണമായാലോ എന്ന് കരുതി അതുകൊണ്ട് വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുക. വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന അതിലൂടെ ഒരു സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടും. രണ്ടാമത്തെ കാര്യം, ഇരുന്ന് വെള്ളം കുടിക്കുക. നിന്ന് വെള്ളം കുടിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒരു ശീലമാണല്ലോ. ഇരിക്കാൻ സാഹചര്യമുണ്ടാകും, എന്നാലും ഇരിക്കില്ല. നിന്നുകൊണ്ട് തന്നെ വെള്ളം കുടിക്കും. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് വെള്ളം കുടിച്ച് ശീലിച്ചാൽ എവിടെ പോയാലും ആ ശീലം ഉണ്ടാകും. പിന്നെ നിന്ന് വെള്ളം കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടും എന്ന് നമ്മൾ പഠിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഇരുന്ന് വെള്ളം കുടിക്കാൻ ശീലിക്കുമല്ലോ. മൂന്നാമത്തെ കാര്യം, ബിസ്മി ചൊല്ലി വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മളിൽ പലരും ബിസ്മി ചൊല്ലാതെ വെള്ളം കുടിക്കുന്നവരാണല്ലോ. ചിലപ്പോൾ മറക്കുന്നതാവാം, ചിലയാൾക്ക് സമയമില്ലാത്തത്, അത്ര തിരക്കിലായതുപോലെ ആയിരിക്കും. അതുകൊണ്ട് ബിസ്മി ചൊല്ലി വെള്ളം കുടിക്കാൻ ശീലിക്കുക. അതിലൂടെയും നമുക്ക് ഒരു സുന്നത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താതിരിക്കുക. നാലാമത്തത്, വെള്ളം കുടിക്കുന്നതിന് മുൻപ് വെള്ളം ഒന്ന് നോക്കൽ. ഈ സുന്നത്ത് നമ്മളിൽ പലർക്കും അറിയില്ല. നമ്മൾ കുടിക്കാൻ വെള്ളം എടുത്ത് അതിലൊന്ന് നോക്കിയാൽ നമുക്ക് സുന്നത്തിൻ്റെ പ്രതിഫലമുണ്ട്. ഇത് അധികമാർക്കും അറിയില്ല, അതുകൊണ്ട് ചെയ്യാറുമില്ല. വെള്ളത്തിൽ ഒന്ന് നോക്കിയാൽ പോലും പ്രതിഫലം ലഭിക്കുമെങ്കിൽ എന്തിന് നമ്മൾ അത് നഷ്ടപ്പെടുത്തണം? ഈ സുന്നത്തുകളൊക്കെ നിങ്ങൾ ചെയ്യുമല്ലോ. അഞ്ചാമത്തെ കാര്യം, വെള്ളം കുടിക്കുമ്പോൾ 3 ഇറക്കായി കുടിക്കുക. അധികം ആളുകളും ഒറ്റയടിക്ക് വെള്ളം കുടിക്കും. അത് നമ്മുടെ ഇസ്ലാമിൻ്റെ മര്യാദക്കേടാണ്. സാവധാനം ഇരുന്നു കണ്ട് വെള്ളത്തിൽ ഒന്ന് നോക്കി ബിസ്മി ചൊല്ലി 3 ഇറക്കായി കുടിക്കുക. ഇങ്ങനെ വെള്ളം കുടിച്ച് അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുക.